കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പറഞ്ഞേ? ബ്രേക്ക് ചെയ്തിട്ട് ആഡ് ചെയ്യുന്ന മെത്തേഡ്, 3 മെത്തേഡില് നമ്പേഴ്സ് ബ്രേക്ക് ചെയ്തിട്ട്, അതായത് തന്നിരിക്കുന്ന നമ്പേഴ്സിനെ ബ്രേക്ക് ചെയ്ത് എഴുതിയിട്ട് ആഡ് ചെയ്യാനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അല്ലേ? ഫസ്റ്റ് വൺ ബൈ ബ്രേക്കിംഗ് അപ്പ് വൺ നമ്പർ, ഒരു നമ്പർ ബ്രേക്ക് ചെയ്തുകൊണ്ട് ആഡ് ചെയ്യുന്ന മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് ബൈ ബ്രേക്കിംഗ് അപ്പ് ബോത്ത് ദി നമ്പേഴ്സ്, 2 നമ്പേഴ്സും ബ്രേക്ക് ചെയ്തുകൊണ്ട് ആഡ് ചെയ്യുന്ന മെത്തേഡ്. തേർഡ് വൺ ബൈ കൗണ്ടിങ് ഇൻ ടെൻസ്. ആഡ് ചെയ്യാൻ തന്നിരിക്കുന്ന നമ്പേഴ്സില് ഒരു നമ്പറെ ടെൻസ് ഉപയോഗിച്ച് എഴുതിയിട്ട് ആഡ് ചെയ്യുന്ന മെത്തേഡ്. അത് പറഞ്ഞായിരുന്നോ? പറഞ്ഞില്ലേ? പറഞ്ഞു. 3 മെത്തേഡും പറഞ്ഞതാ. ഹോംവർക്ക് ആയിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെയ്തോ? യെസ്, ചെയ്തായിരുന്നു എല്ലാരും. അപ്പൊ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് ചെയ്തു നോക്കാം അല്ലെ? ആ എക്സസൈസ് 2.4 ചെയ്തു നോക്കാം. എല്ലാരും നോട്ട് എടുത്തോ? മിസ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ചെയ്തു. പേജ് നമ്പർ 85 ബി സി ഡി മാക്സിമം നമുക്ക് ഇപ്പൊ തന്നെ ചെയ്യാം ക്ലാസ് ടൈമിൽ. എല്ലാരും നോട്ട് എടുത്തോ? സിദ്ധാൻ ക്ലാസ് കേൾക്കാറുണ്ടായിരുന്നോ മോനെ? എവിടെ എത്തിയെന്നൊക്കെ അറിയില്ലേ? കുഴപ്പമില്ലല്ലോ. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, find the sum by breaking up one number. ഒരു നമ്പർ ബ്രേക്ക് ചെയ്തുകൊണ്ട് സം കണ്ടുപിടിക്കാൻ. ക്വസ്റ്റ്യൻ അത് എഴുതണമെന്നില്ല, നിങ്ങൾ അതിന്റെ ആൻസർ മാത്രം എഴുതിയാൽ മതി. എന്തായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ഫസ്റ്റ് വൺ 26 plus 12 അല്ലേ? 26 plus 12നെ നമുക്ക് ഒരു നമ്പർ എക്സ്പാൻഡ് ചെയ്തിട്ട് ഒരു നമ്പർ ബ്രേക്ക് ചെയ്തിട്ടല്ലേ എഴുതണ്ടേ അല്ലേ? 26 plus 12ൽ നമുക്ക് 12 ബ്രേക്ക് ചെയ്തിട്ട് എഴുതാം. 26 plus 12നെ എങ്ങനെ ബ്രേക്ക് ചെയ്യാം? 10 plus 2. ആരാ അത് സ്ക്രീനിൽ വരച്ച് കളിക്കുന്നേ? (26 plus 12നെ നമ്മൾ ബ്രേക്ക് ചെയ്തു, 10 plus 2 എന്ന് എഴുതി. ഞാൻ മിസ് എഴുതുന്ന കൂടെ തന്നെ നിങ്ങൾ എഴുതിക്കോ, ഇല്ലെങ്കിൽ ടൈം വെറുതെ വേസ്റ്റ് ആവേ. അപ്പോ 26 plus 10 plus 2 എന്നായി ക്വസ്റ്റ്യൻ. 26 plus 10, 26 plus 10 അതിനൊരു ബ്രാക്കറ്റ് ഇട്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. (26 plus 10 plus 2) അതിൽ നമുക്ക് 26നോട് 10 ആദ്യം ആഡ് ചെയ്യാം. 26 plus 10 plus 2 that is equal to 26 plus 10 എത്രയാ? 36. 36 plus 2 that is equal to 38. 36 plus 2, 38. Second question, 36 plus 34. അതിനെ നമ്മൾ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യും? 34 എക്സ്പാൻഡ് ചെയ്യാം. 36 plus 34നെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 30 plus 4 that is equal to 36 plus 30 plus 4. എങ്ങനെ ആഡ് ചെയ്താലും
ഈക്വൽ ആയിരിക്കും സം എന്ന് നമ്മൾ മുന്നേ പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ടല്ലേ. ഗ്രൂപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ ഗ്രൂപ്പ് ചെയ്താലും ഈക്വൽ ആയിരിക്കും സം. അപ്പൊ ഇവിടെ 34നെ നമ്മൾ ബ്രേക്ക് ചെയ്തു, 30 പ്ലസ് 4 എഴുതി. എന്നിട്ട് നമ്മൾ ആദ്യം 36ഉം 30യും ആഡ് ചെയ്തു. അതിനോട് കൂടി 4 ആഡ് ചെയ്യാം. 36 പ്ലസ് 30 എത്രയാ? 36 പ്ലസ് 30 66 plus 4 that is equal to 66 plus 4 is equal to 70. 66 plus 4 is equal to 70. Next one, 86 plus 33. ഇതിൽ നമുക്ക് 33നെ ബ്രേക്കപ്പ് ചെയ്ത് എഴുതാം. 86 പ്ലസ് 33നെ ബ്രേക്ക് ചെയ്ത് എഴുതിയാൽ 30 പ്ലസ് 3. അത് നമുക്ക് എങ്ങനെ റീഅറേഞ്ച് ചെയ്ത് എഴുതാം? 86 പ്ലസ് 30 പ്ലസ് 3. That is equal to 86 plus 30 എത്രയായിരിക്കും? ആഡ് ചെയ്ത് നോക്കേണ്ടി വരും അല്ലെ? 86 plus 30 ഇതില് 6ഉം 0യും ആഡ് ചെയ്താൽ 6, 8ഉം 3യും ആഡ് ചെയ്താൽ 11. അപ്പൊ എത്ര വരും? 110 plus 3. 110 plus 3. Hundred and plus 10 plus 3 is equal to 130. 113. Next, fourth one, 75 plus 34. That can be written as 75 plus 30 plus 4. 34നെ നമ്മൾ ബ്രേക്ക് ചെയ്ത് എഴുതി, 30 plus 4 എഴുതി. ഇനി 75 plus 30 അതിനോടുകൂടി 4 ആഡ് ചെയ്യാം. That is equal to 75നോട് 30 ആഡ് ചെയ്താൽ 105 plus 105 plus 4. That is equal to 109. മനസ്സിലാവുന്നുണ്ടോ ഇത് ചെയ്യുന്നത്? മനസ്സിലാവുന്നുണ്ടോ? എത്രയും വേഗം എഴുതിയെടുത്തു. എന്താ എഡ്വിൻ എന്തെങ്കിലും പറയാനുണ്ടോ? ടീച്ചർ ഇപ്പൊ സ്ക്രീനില്
കാണിച്ചത് നോട്ട്ബുക്കിൽ എഴുതാനാ? ആ നോട്ട്ബുക്കിൽ എഴുതാൻ. Okay, this is the last question. 48 plus 29. (48 plus 29) നമ്മൾ 29 ബ്രേക്ക് ചെയ്ത് എഴുതിയാൽ 48 പ്ലസ് 29 ബ്രേക്ക് ചെയ്യുമ്പോൾ 20 പ്ലസ് 9, ദാറ്റ് ഈസ് ഈക്വൽ ടു, എന്നിട്ട് അതിൽ 48ഉം 20യും കൂടി ആദ്യം ആഡ് ചെയ്തു, പ്ലസ് 9, ദാറ്റ് ഈസ് ഈക്വൽ ടു 48 plus 20, 68 plus 9, that is equal to 68 plus 9, 77. ആദ്യത്തെ 5 ചെയ്ത് കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ എല്ലാരും? എന്നാ പെട്ടെന്ന് എഴുതിക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പെട്ടെന്ന് എഴുതണേ മിസ്സിന്റെ കൂടെ തന്നെ, സമയം വെറുതെ കളയല്ലേ. എന്താ ജൂലിയറ്റിന് എന്തെങ്കിലും പറയാനുണ്ടോ? നോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ സം ബൈ ബ്രേക്കിംഗ് അപ്പ് ബോത്ത് ദി നമ്പേഴ്സ്. രണ്ട് നമ്പേഴ്സിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് എഴുതാനല്ലേ? രണ്ട് നമ്പേഴ്സിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് എഴുതാൻ. ബെനീറ്റയ്ക്ക് എന്താ പറയാനുള്ളത്? മിസ്, ഇത് വേറെ പേജിലാണോ അതോ നേരത്തെ എഴുതിയതിൽ തന്നെയോ? അത് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടെ തന്നെ എഴുതിയാൽ മതി. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 24 പ്ലസ് 23. 24 പ്ലസ് 23. രണ്ട് നമ്പറിനെയും ബ്രേക്ക് ചെയ്ത് എഴുതുമ്പോ 24നെ നമുക്ക് 20 പ്ലസ് 4 എഴുതാം, പ്ലസ് 23നെ 20 പ്ലസ് 3 എഴുതാം അല്ലെ? എന്നിട്ട് അതില് 20നെ ആദ്യം ആഡ് ചെയ്യാം. 20
20 plus 20 plus പിന്നെ ബാക്കി വരുന്ന 3 plus 4 3 plus 4 എത്രയാ 20 plus 20 40 40 plus 3 plus 4 7 that is equal to 47. രണ്ട് നമ്പറും ബ്രേക്ക് ചെയ്ത് എഴുതുന്നതല്ലേ നിങ്ങൾക്ക് കൂടുതൽ തോന്നുന്നേ അല്ലേ ആണോ യെസ് ഒരു നമ്പർ ബ്രേക്ക് ചെയ്ത് എഴുതുന്നതിനേക്കാളും രണ്ട് നമ്പർ ബ്രേക്ക് ചെയ്ത് എഴുതുമ്പോ കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ 64 plus 87 64 plus 87 രണ്ട് നമ്പറിനെ ബ്രേക്ക് ചെയ്ത് എഴുതുമ്പോൾ 64നെ 60 plus 4 എഴുതാം 87നെ 80 plus 7 എഴുതാം അല്ലേ 87നെ 80 plus 7 എഴുതി. ഇനി 10ന്റെ മൾട്ടിപ്പിൾസ് ഒക്കെ നമുക്ക് ആദ്യം ആഡ് ചെയ്യാം. 10ന്റെ മൾട്ടിപ്പിൾസ് ആഡ് ചെയ്യുന്ന സമയത്ത് 60 plus 80 പിന്നെ ബാക്കി വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാ 4 plus 7 that is equal to 60 plus 80 എത്രയാ 60 plus 80 രണ്ട് 10ന്റെ മൾട്ടിപ്പിൾസ് ആഡ് ചെയ്യുന്ന സമയത്ത് ആ 0 രണ്ടും ഒന്ന് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള നമ്പേഴ്സ് ആഡ് ചെയ്യാം 6 plus 8 14 എന്നിട്ട് ഒരു 0 ഇട്ട് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ 10ന്റെ മൾട്ടിപ്പിൾസ് ആഡ് ചെയ്യാൻ 10ന്റെയും 100ന്റെ ഒക്കെ മൾട്ടിപ്പിൾസ് ആഡ് ചെയ്യാൻ ഈസി ആയിരിക്കും. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ഓരോ 0 അങ്ങ് ഒഴിവാക്കിയിട്ട് ബാക്കി നമ്പേഴ്സ് ആഡ് ചെയ്തു 6 plus 8 14 എന്നിട്ട് ആൻസറിൽ 14ന്റെ കൂടെ ഒരു 0 ഇട്ട് കൊടുത്താൽ 60 plus 80 ആയി that is 140 plus 4 plus 7 11 that is equal to 140 plus 11 151. Next third one 72 plus 63 72 plus 63നെ എക്സ്പാൻഡ് ചെയ്ത് ബ്രേക്ക് ചെയ്ത് എഴുതുന്ന സമയത്ത് 72നെ 70 plus 2 63നെ 60 plus 3 that is equal to ഇനി 10ന്റെ മൾട്ടിപ്പിൾസ് ഒക്കെ ആദ്യം ആഡ് ചെയ്യാം 70 plus 60 plus അത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന നമ്പർ 2 plus 3 equal to 70 plus 60 10ന്റെ മൾട്ടിപ്പിൾസ് ആഡ് ചെയ്യുമ്പോൾ രണ്ടിന്റെ 0 ക്യാൻസൽ ചെയ്തു 0 0 പോയാൽ 7 plus 6 13 എന്നിട്ട് 13ന്റെ കൂടെ ഒരു 0 ഇട്ട് കൊടുക്കാം 130 plus 2 plus 3 5 that is equal to 135. Next one 55 plus 78 അത് നമ്മൾ ബ്രേക്ക് ചെയ്ത് എഴുതുമ്പോൾ 55നെ 50 plus 5 plus 78നെ 70 plus 8 that is equal to 10ന്റെ മൾട്ടിപ്പിൾസ് ഒക്കെ ആദ്യം ആഡ് ചെയ്തു 50 plus 70 പിന്നെ ബാക്കി വരുന്ന നമ്പേഴ്സ് ആഡ് ചെയ്യാം 5 plus 8 that is equal to 50 plus 70 120 plus 5 plus 8 13 that is equal to 133. Fifth question
85 plus 32. ബ്രേക്ക് ചെയ്ത് എഴുതുമ്പോൾ 80 plus 5 plus 30 plus 2. 10ന്റെ മൾട്ടിപ്പിൾസ് ഒക്കെ ആദ്യം ആഡ് ചെയ്യുക. 80 plus 30 plus ബാക്കി 5 plus 2. 80യും 30യും ആഡ് ചെയ്താൽ 110 plus 5 plus 2 7. That is equal to 117. പെട്ടെന്ന് എഴുതിയെടുത്തോ. എഴുതിയെടുക്കാത്തവര് ടെൻഷൻ അടിക്കേണ്ട, ക്ലാസ് ഇപ്പൊ തീരും. മിസ് ഇപ്പൊ തന്നെ ഇത് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടാം, നിങ്ങൾ നോക്കി എഴുതിയാൽ മതി കേട്ടോ. ഇപ്പൊ തന്നെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, അത് നോക്കി എഴുതിയാൽ മതി. അപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിയാറായി. ഇന്ന് ഹോംവർക്ക് ഒന്നും വേണ്ടാന്ന് തോന്നുന്നു. ഇത്ര വരെയുള്ളതൊക്കെ പഠിച്ചാൽ മതി. നിങ്ങള് ബ്രേക്ക് ചെയ്ത് എഴുതുന്നത് അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങൾ പഠിക്കുക. അതിലൊന്നും കൂടി ചെയ്യാണ്ട് അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് വേർഡ് പ്രോബ്ലംസ് ചെയ്യാണ്ട് അതും കൂടി ചെയ്താൽ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. പിന്നെ നമുക്ക് സബ്ട്രാക്ഷൻ തുടങ്ങാം കേട്ടോ. അപ്പൊ ഇനി മിസ് കുറച്ച് സ്പീഡിൽ എടുക്കുവേ. എല്ലാവരും ക്ലാസ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിരിക്കണം. കുറച്ച് സ്പീഡിൽ പോണം, നമുക്ക് കുറെ ചാപ്റ്റേഴ്സ് തീർക്കാനില്ലേ. പരമാവധി ഞാൻ എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞു തരാൻ ശ്രദ്ധിക്കാം. അഥവാ ഒന്നോ രണ്ടോ വിട്ടു പോയാല് നിങ്ങളത് നോക്കുക. നോക്കിയിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ടഫ് ആണെങ്കിൽ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. എല്ലാ പ്രോബ്ലംസും ക്ലാസ് ടൈമിൽ ചെയ്യാന്ന് വെച്ചാൽ അത് പോസിബിൾ അല്ല. ഇനി നമുക്ക് കുറച്ച് സ്പീഡിൽ പോകണം, കാരണം കുറെ ചാപ്റ്റേഴ്സ് തീരാനുണ്ട്. അതുകൊണ്ട് എല്ലാവരും ക്ലാസ്സിൽ പരമാവധി അറ്റൻഡ് ചെയ്യാം, പരമാവധി ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.